മാരുതി സുസുക്കി എന്ന് പറയുന്ന ബ്രാൻഡ് സാധാരണക്കാരെ കൂടെ എന്നും നിലനിന്നിട്ടുള്ള ഒരു ബ്രാൻഡാണ് അല്ലേ. കാരണം എന്തുകൊണ്ടാ, സാധാരണക്കാരെ ഒരു കാർ എന്ന സ്വപ്നം അത് ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വണ്ടികൾ അവർ ഇറക്കിയിട്ടുണ്ട്. അതിൽ തന്നെ ഉദാഹരണം എടുത്തു പറയേണ്ട വണ്ടിയാണ് അൾട്ടോ 800. അൾട്ടോ 800ന് ശേഷം സാധാരണക്കാർക്ക് വേണ്ടി ഇറക്കിയ വേറൊരു അടുത്തൊരു XUV എന്ന് പറയാവുന്ന ഒരു അടിപൊളി വണ്ടിയാണ് എസ്പ്രസോ എന്ന് പറയുന്ന വണ്ടി. എസ്പ്രസോ എന്ന് പറയുന്ന വണ്ടികൾ രണ്ടെണ്ണം നമ്മളടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അതിൽ തന്നെ സ്പെഷ്യൽ എഡീഷൻ വരുന്ന ഒരു വണ്ടി ബ്ലൂ കളറിലുണ്ട്. അതുപോലെ നമ്മളെ സാധാ എഡീഷനിൽ സാധാ നോർമലായിട്ട് ഇറങ്ങുന്ന ഒരു വൈറ്റ് കളറിലുള്ള ഒരു വണ്ടി സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഈ സ്പെഷ്യൽ എഡീഷനും നോർമലായിട്ട് ഇറങ്ങുന്ന വണ്ടിയും തമ്മിലുള്ള മാറ്റങ്ങളും അതുപോലെ ഇതിൻ്റെ ഇൻറ്റീരിയറും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം ഉൾപ്പെടുത്തിക്കാണ്ടുള്ളൊരു അടിപൊളി ഒരു വീഡിയോ ആണ്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതിൻ്റെ രണ്ടിൻ്റെയും മാറ്റങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു അടിപൊളി വീഡിയോ ആണ്. നേരെ നമുക്ക് കൂടുതൽ വലിച്ചു നീട്ടാതെ നമ്മൾ എന്ത് ചെയ്യുക, നേരെ വീഡിയോയിലോട്ട് പോകാൻ വണ്ടികളുടെ വിശേഷം കാര്യങ്ങളിലേക്ക് പോകാം. അതിന് മുൻപ് പറയാനുള്ളത്, നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്തുകൊണ്ട് കൂടാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ എല്ലാം കണ്ടതിന് ശേഷം നിങ്ങൾ അഭിപ്രായം പറയാനും മറക്കരുത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം അല്ലേ. എന്താണ് രണ്ടും തമ്മിലുള്ള മാറ്റം? സാധാരണ ഇറങ്ങുന്ന ഒരു എസ്പ്രസോയും അതുപോലെ ലിമിറ്റഡ് എഡീഷൻ അത് സ്പെഷ്യൽ എഡീഷൻ എന്നൊക്കെ പറയുന്ന ഇറങ്ങുന്ന വണ്ടികളും തമ്മിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഈ രണ്ട് വണ്ടികൾ തമ്മിലുള്ള മാറ്റങ്ങൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. ഇൻറ്റീരിയറിലാണെന്നുണ്ടെങ്കിലും പുറമേലാണെന്നുണ്ടെങ്കിലും ഒരുപാട് എന്നും പറയാമല്ല, എന്നാൽ കുഴപ്പമില്ലാത്ത രീതിയിൽ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉദാഹരണത്തിന് എടുത്ത് പറയേണ്ടത് ഇതാ, ഈ ബമ്പറിൽ ഈ വരുന്ന സിൽവർ കളറിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത് അത് നമ്മളെ സാധാരണ സ്പെഷ്യൽ എഡീഷന് വരും, അതുപോലെ സാധാരണ വരുന്ന ഈ വണ്ടിക്ക് വരില്ല. അതാണ് ഒരു മാറ്റം കേട്ടോ. ഇനി അടുത്തതെന്ന് പറയാൻ നമ്മളിപ്പോൾ സൈഡിലോട്ട് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതാ സൈഡിൽ വരുന്ന സൈഡ് ബീഡിങ് വരുന്നുണ്ടല്ലോ, അതൊന്നുകൂടെ വീതിയായിട്ട് ഒന്നുകൂടെ കണ്ടോ, ഏകദേശം ഇത്രത്തോളം ഉണ്ട്. ഇതെന്ന് പറയുന്നത് ചെറിയൊരു സിമ്പിളായിട്ട് ഒരു ബീഡിങ് ആയിരിക്കും വരിക. അതുപോലെ തന്നെ താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഒരു സിൽവർ കളറിൽ, നേരത്തെ പറഞ്ഞ പോലെ സിൽവർ കളറിൽ ഇങ്ങനെ ചെറിയൊരു ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട്. അത് നേരെ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ ഇറങ്ങുന്ന മോഡലിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ അങ്ങനെ ഒന്നുമില്ല. അതുപോലെ തന്നെ പുറകുവശം കൊണ്ട് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും പുറകുവശത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും പുറകുവശത്ത് ഒരു ക്രോം ഫിനിഷിലൊരു സംഭവം വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ബാക്കിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാലിയായിട്ടാണ് കിടക്കുന്നത്. അതുപോലെ പുറകുവശത്ത് തന്നെ ബമ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ സിൽവർ കളറിലൊരു ചെറിയ രീതിയിലൊരു സ്ഥലം വരുന്നുണ്ട്. അവിടെ ഒരു കുറച്ചുകൂടെ ഒന്നുകൂടെ സ്പോർട്ടി ആയിട്ട് നല്ല കുറച്ചുകൂടെ ഭംഗിയിൽ ഒന്ന് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിലോട്ട് ആണെന്നുണ്ടെങ്കിൽ ഈ മോഡലിന് അങ്ങനെ വരുന്നില്ല. അതുപോലെ ഇൻറ്റീരിയർ ഭാഗം കൊണ്ട് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇൻറ്റീരിയർ ഭാഗം ഞാൻ ഉള്ളിലോട്ട് പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എടുത്തു പറയേണ്ട ഈ കളറ് സ്പെഷ്യൽ എഡീഷനിൽ വരുന്ന കളറാണ്. പിന്നെ സൗണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, കാരണം ജലദോഷവും പനിയും ചുമയൊക്കെ ആയിട്ട് കുറച്ച് ദിവസമായിട്ട് ഒരു ബുദ്ധിമുട്ടിലായിരുന്നു. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വോയിസിലും ഉണ്ടാകും. അതുപോലെ കമൻ്റ് ഇട്ടിരുന്നു, ഒരാൾ എനിക്ക് കമൻ്റ് ഇട്ടിരുന്നു വണ്ടികൾ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നില്ല എന്ന്. ഇതിൽ മാക്സിമം നമ്മൾ വണ്ടികളുടെ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിങ്ങാണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനിയും ഈ വീഡിയോ ആ കമൻ്റ് ഇട്ട ആൾ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേറെ ഇനി എന്താണ് മാറ്റം വരുത്തേണ്ടതെന്ന് നിങ്ങൾ അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് കൂടുതൽ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് നീട്ടാതെ നമുക്ക് വേറെ വണ്ടികളുടെ വിശേഷങ്ങളിലോട്ട് പോവാം. 2020 മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള ഒരു എക്സ്പ്രസ് ആണിത്. ഏകദേശം ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 90-95% 4 ടയറും പുതിയത് തന്നെ പറയാം, 100% തന്നെ പറയാം. 4 ടയറും പുത്തം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ മേജർ ആക്സിഡൻറ്റോ മേജർ റീപ്ലേസ്മെൻറ്റോ, മേജർ എന്നല്ല മൈനറോ മേജറോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കാത്തൊരു നല്ലൊരു ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്ത ഒരു വണ്ടിയാണ്. ഇപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന, ഇപ്പോൾ ഒരു സിറ്റിക്ക്, ഇപ്പോൾ നമുക്കൊരു അങ്ങാടിക്ക് സാധനം മേടിച്ചാൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഒരു വലിയൊരു വണ്ടി ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നമ്മളെ നാട്ടിൽ കൂടെ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. ഇനിയിപ്പോൾ കുറച്ചൊരു ഓഫ് റോഡൊക്കെ കളിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ അല്ലേ ഒരു വണ്ടിയും കൂടിയാണല്ലോ. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യത്തിലേറെ ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ അല്ലേ ഒരു നല്ലൊരു വണ്ടിയാണ്. അതുപോലെ നമുക്ക് ടൗണിലാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയി നിർത്താൻ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൗണിലൊക്കെ പോകുമ്പോൾ നമുക്ക് വണ്ടി നിർത്താൻ സ്ഥലം തന്നെ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ പറ്റുന്ന ഒരു മാരുതി 800 എവിടെ കൊണ്ടുപോയി നിർത്താം, അതേപോലെ തന്നെ നമുക്ക് കൊണ്ടുപോയി നിർത്താൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു വണ്ടി തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങളോട്ട് പോവാം. ഇൻറ്റീരിയർ ഭാഗങ്ങളോട്ട് വരുമ്പോൾ അഫ്താബു അങ്ങോട്ട് പോവാം, നമുക്ക് ശരിക്കും കാണിച്ചു കൊടുക്കണം. നമ്മളെ
ഫോളോ ചെയ്യണവർ പറഞ്ഞൊരു കാര്യമാണ്. കിട്ടുന്നോ എന്നാൽ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് കാണിച്ചു കൊടുക്കാം. ഇപ്പോൾ അതാ ഡോർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോർ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഇത് റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കാത്ത ഡോറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഉള്ളിലേക്ക് കയറി, സോറി ചാവി മാറി, രണ്ടും ചാവി ഉണ്ടായതുകൊണ്ട് മാറിപ്പോയതാണ്. അപ്പോൾ ഉള്ളിലോട്ട് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് ഇതാ എയർ ബാഗ് വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാ വണ്ടിക്കും സേഫ്റ്റി ഫീച്ചർ, ബേസിക് സേഫ്റ്റി ഫീച്ചർ എന്ന് പറയുന്ന പോലെ എയർ ബാഗും കാര്യങ്ങളും വരും. കൂടുതൽ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. എയർ ബാഗ്, ABS ഒക്കെ ഏകദേശം എല്ലാ വണ്ടിയിലും ഇപ്പോൾ ഇനി വരണം നിർബന്ധമായിട്ടുണ്ട് എന്ന് തോന്നുന്നു എനിക്ക്. അതുപോലെ ഇവിടെ ഒരു AC വെൻ്റ് വരുന്നുണ്ട്, ഇവിടെ ഒരു AC വെൻ്റ് വരുന്നുണ്ട്, 4 AC വെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്. നമ്മളെ മീറ്റർ കൺസോൾ വരുന്നത് ഇവിടെയാണ് വരുന്നത്. സെൻറ്ററിൽ നമ്മൾ മിനി കൂപ്പറിൻ്റെ ഒക്കെ ഒരു രൂപസാദൃശ്യമൊക്കെ വരുന്ന രീതിയിൽ മീറ്റർ കൺസോളും സ്റ്റീരിയോ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. AC കാര്യങ്ങൾ, ACയുടെ സെറ്റപ്പ് കാര്യങ്ങൾ. ഇത് ഓപ്ഷൻ വരുന്നത് VXI ആണ്. ചുമണ്ട് VXI ആണ് വരുന്നത്. VXIയിൽ എന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ 2 ഡോർ പവർ വിൻഡോ, ബാക്കിൽ മാനുവൽ ആണ് വരുന്നത്. ഈ നമ്മളെ പവർ വിൻഡോ സാധാരണ നമ്മൾ അൾട്ടോ 800 കാര്യങ്ങളിലൊക്കെ വന്നിരുന്നത് നമുക്ക് ഇവിടെ ആയിരുന്നു. പക്ഷേ അതൊരു ബുദ്ധിമുട്ടായി തോന്നിയിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കിവിടെ ഈ നമ്മളെ സ്റ്റീരിയോയുടെ താഴെ തന്നെ എന്ത് പവർ വിൻഡോൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തേ. ഗ്ലാസ് കാര്യങ്ങളും താവുന്നു, പൊന്തുന്നു. അത് ആ സൈഡിലാണെന്നുണ്ടെങ്കിലും കണ്ടോ അത്യാവശ്യം ക്വാളിറ്റിയിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ AC കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് എടുത്തു പറയേണ്ടത് ചെറിയ എമൗണ്ട് നിങ്ങൾ ആരെങ്കിലും ഫിനാൻസോ കാര്യങ്ങളൊക്കെ ഇടാൻ കരുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ചെറിയ പൈസക്ക് നിങ്ങൾക്ക് ഇറക്കാവുന്നതാണ്. നമ്മൾ ഫിനാൻസ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഒരുപാട് ഫിനാൻസ് കമ്പനികളുണ്ട്, നിങ്ങൾക്ക് തന്നെ അന്വേഷിച്ച് നോക്കിയാൽ അറിയാം. അത്യാവശ്യം നല്ല സിവിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും കൊടുക്കാതെ ഇറക്കാനും പറ്റും. പക്ഷേ നമ്മൾ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ ഒരു വീഡിയോയിൽ എടുത്ത് പറയാത്തത്. അതുപോലെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സീറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. കമ്പനി സീറ്റാണ് ഇപ്പോൾ ഇതിലുള്ളത്, വേറെ എക്സ്ട്രാ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. സ്റ്റോക്ക് കണ്ടീഷനിലാണ് കൂടുതൽ വർക്കോ കൂടുതൽ നല്ല സ്റ്റോക്ക് കണ്ടീഷനിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വണ്ടിയാണ്. അതുപോലെ തന്നെ ഇനി ഈ ബാക്ക് ഭാഗത്തോട്ട് വരാം. കിട്ടുന്നോ? ബാക്ക് ഭാഗത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു സെൻട്രൽ ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നതാണ്. അതുപോലെ ബാക്ക് ഭാഗത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ് നമ്മൾ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ഗ്ലാസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ സീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 2020 വണ്ടിയല്ലേ, ഒരുപാട് ഉപയോഗമോ കാര്യങ്ങളൊന്നും പരിക്കൻ്റെ ഉപയോഗമൊന്നും ഉപയോഗിക്കാത്ത ഒരു നല്ലൊരു വണ്ടി തന്നെയാണ് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡിക്കി സ്പേസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ചാവി കുറേ ഉണ്ടായതുകൊണ്ടേ മാറിപ്പോവാണ്. ഡിക്കി സ്പേസ് അത്യാവശ്യം ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി പേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇത് റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി പഞ്ചിങ്. പിന്നെ നിങ്ങൾക്കൊരു കാര്യം പാടെ ഒന്നുകൂടെ അടുത്തേക്ക് വന്നാൽ ഓരോരുത്തർക്കൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയും പാടായിക്കോട്ടെ. ആർക്കെങ്കിലും ഇപ്പോൾ നമ്മളടുന്ന് വണ്ടി എടുത്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടണം. കാരണം ഇത് എന്ന് പറയുന്നത് കമ്പനി പഞ്ചിങ് ആണ്. ഈ ഡോട്ട് ഇങ്ങനെ വരുന്നുണ്ടോ, കണ്ടോ? ഇത് കമ്പനി പഞ്ചിങ് ആണ്. ഇത് ഇങ്ങനെ തൊട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നഖം പോയിങ്ങാണ്ട് പൊട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പേസ്റ്റ് റീപേസ്റ്റ് ചെയ്തതാണ്. ഇത് കമ്പനി പേസ്റ്റാണ്, നമുക്കങ്ങനെ ഒന്നും ആവില്ല. അതൊക്കെ ഒരു വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്. നമ്മളെ വീഡിയോ കാണുന്നവർക്ക് നമ്മളടുന്ന് വണ്ടി എടുക്കുക എന്നുള്ളത് മാത്രമല്ല, ഒരു വണ്ടി പുറത്ത് പോയി ഇപ്പോൾ വേറെ എവിടെയെങ്കിലും പോയി എടുക്കുമ്പോൾ നിങ്ങൾ പെടരുത് എന്ന് കരുതിയിട്ടില്ല കുറച്ച് കാര്യങ്ങൾ നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ഒരു ചെറിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഡിക്കി സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ആക്സിഡൻറ്റോ ഈ ഭാഗത്തൊന്നും ആക്സിഡൻറ്റോ കാര്യങ്ങളോ വണ്ടി തട്ടുകയോ മുട്ടോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇനി നമുക്കിതാ അടുത്തത് നമ്മളെ സ്പെഷ്യൽ എഡീഷൻ വരുന്ന എക്സ്പ്രസോൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങളിലും ഇതിൻ്റെ എല്ലാ മാറ്റങ്ങളും ഞാനൊന്ന് പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളും പറഞ്ഞുതരാം കേട്ടോ. അത് 2020 നമ്മൾ വൈറ്റ് കളർ പറഞ്ഞത്. 2020 തന്നെ വരുന്ന സ്പെഷ്യൽ എഡീഷൻ കളർ വരുന്നത് നല്ല ഭംഗിയുള്ള, ചിലപ്പോൾ വീട്ടിലൊക്കെ സ്ത്രീകൾക്കൊക്കെ ചിലപ്പോൾ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കളറായിട്ടുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിലും പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരു ഇഷ്ടമാവുന്നൊരു വണ്ടിയാണ് കേട്ടോ. 2020 മോഡൽ സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടിയാണ്. ഇതിനും തന്നെ മേജർ ആക്സിഡൻറ്റോ മേജർ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും മേജറോ മൈനറോ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതിങ്ങനെ
പറഞ്ഞാണ്ടേ അത് മേജർ നിങ്ങൾ വരികയാണ്. ഓക്കെ, അപ്പോൾ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കാത്ത നിങ്ങൾക്ക് 2 വണ്ടിയുടെയും കമ്പനി ഹിസ്റ്ററി എടുക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരുന്നതാണ്. നമ്മളടുത്ത് ഏത് വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഹിസ്റ്ററി നോക്കിയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യാനില്ലേ എല്ലാ കാര്യങ്ങളും. നിങ്ങളിപ്പോൾ ഒരു വണ്ടി എടുക്കുമ്പോൾ അത്രത്തോളം ആഗ്രഹിച്ചായിരിക്കും ഒരു വണ്ടി എടുക്കുക അല്ലേ? നമ്മളാണെന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഒന്നിലും പോയി പെടരുത് എന്നുള്ള, ഇപ്പോൾ നമ്മളിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിലും പുറത്തുനിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിനും പോയി പെടാതിരിക്കുക. പിന്നെ നല്ലോണം വണ്ടി നോക്കാൻ കഴിയുന്നവരെ കൊണ്ട് പോയിട്ട് വണ്ടി നോക്കി എടുക്കുകയും ചെയ്യുക. നമ്മളെന്ന് പറയുന്നത് നമുക്കിവിടെ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളും, നിങ്ങൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുതരാം. നേരെ ഇങ്ങോട്ട് വന്ന അഫ്താബോ, ഡോർ ഭാഗങ്ങളൊക്കെ നോക്കി കാണിച്ചു തരാം. ഇതാ കമ്പനി പേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. ഇതാ കേട്ടോ, ഞാൻ നേരത്തെ ഈ വീഡിയോയിൽ തന്നെ കാണിച്ചു തന്നു. നമ്മൾ പേസ്റ്റ് ഇട്ടതും പേസ്റ്റ് ഇടാത്തതും മനസ്സിലാവാനല്ലേ. ഇതാ അതുപോലെ ഈ ഡോറാണെന്നുണ്ടെങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേസ്റ്റും കാര്യങ്ങളൊക്കെ കമ്പനി പേസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഞാൻ ഇനി നേരത്തെ പറഞ്ഞിരുന്നു ഇൻറ്റീരിയർ ഭാഗങ്ങളിൽ കൊണ്ടുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ AC വെൻറ്റ് കാര്യങ്ങൾ 4 വരുന്നുണ്ട്. അതുപോലെ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ സെയിം ഞാൻ പറഞ്ഞ പോലെ തന്നെ വരുന്നത്. ജസ്റ്റ് ഒന്ന് എടുത്തേക്ക് വന്നോ. പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെയാണ് ബട്ടനും കാര്യങ്ങളും വരുന്നത്. ഇനിയിപ്പോൾ സ്പെഷ്യൽ എഡീഷനും അതുപോലെ നമ്മളെ സാധാരണ VXIയും തമ്മിൽ, ഇതും VXI തന്നെ വരുന്നത്, തമ്മിലുള്ള മാറ്റങ്ങൾ എടുത്തു പറയേണ്ട കാര്യങ്ങൾ, ഇൻറ്റീരിയറിൽ എടുത്തു പറയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു അടിപൊളിയായിട്ട്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു രൂപത്തിലാണ് ഉള്ളത്. അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. രണ്ടിൻ്റെയും ഡിഫറൻറ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ചൊറുക്കിൽ എന്താ പറയുക, ഗ്ലോസിയിൽ കളറിൽ സിൽവർ കളറിൽ വന്നുകൊണ്ട് ഒരു സ്പോർട്ടി ഒരു ഫീലൊക്കെ കൊണ്ടുവരാനാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ അങ്ങനെയൊന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും പക്ഷേ അത്യാവശ്യം നല്ല ചൊറുക്കിൽ അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4 ഡോറിലും അങ്ങനെ വരും. പിന്നെ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മെയിനായിട്ട് എടുത്ത് പറയേണ്ട കാര്യങ്ങളൊന്നും എനിക്കിതിൽ ഇനി വേറെ ഒന്നും തോന്നുന്നില്ല ഇൻറ്റീരിയർ ഭാഗങ്ങളിൽ കേട്ടോ. പിന്നെ ചെറിയ രീതിയിലുള്ള ഇവിടെയൊക്കെ എന്തൊക്കെയോ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. ഇവിടെ ചെറിയ മാറ്റങ്ങൾ ഇൻറ്റീരിയർ വേറെ ഉണ്ട്. എനിക്ക് അറിയാത്തതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യും കേട്ടോ. കാരണം നമ്മളൊന്നും തികഞ്ഞവരല്ലല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഒന്ന് കാണിച്ച്. സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഡ്രൈവിംഗ് സീറ്റിലും ഉണ്ടാകുന്ന പോലെ ചെറിയൊരു പരിക്ക് ഈ ഒരു ഡ്രൈവിംഗ് സീറ്റിലുണ്ട്. വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. വേറെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഡ്രൈവിംഗ് സീറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഉപയോഗം വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ചെറിയൊരു പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കമ്പനി സീറ്റ് കവർ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഇത് എക്സ്ട്രാ ചെയ്തതാണ്. കമ്പനി സീറ്റ് കവർ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതുപോലെ ബാക്ക് ഭാഗത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കൊങ്ങി ബാക്ക് ഭാഗത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതാ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ സീറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇനി വേറെ ഒന്ന് എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ചെറിയൊരു വാഹനത്തിൽ ഇത്രയും കാലൊക്കെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വെച്ചിരിക്കാൻ പറ്റുന്നത്. ഇതിപ്പോൾ ഞാൻ എൻ്റെ സീറ്റിംഗ് പൊസിഷനിലാണ്. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുമ്പോൾ ഇങ്ങനെ കിടന്ന് ഓടിക്കണം എന്നുള്ളൊരു മൂടുള്ള ഒരാളാണ്. കാരണം നമ്മളൊരു സോഫയിൽ ഇരിക്കണ മാതിരി ഇരുന്ന് ഇതാണ് എൻ്റെ ഡ്രൈവിംഗ് പൊസിഷന്. എന്നിട്ട് തന്നെ അത്യാവശ്യം നല്ല ബാക്കിലോട്ട് ഞാൻ അത് ഇട്ടിട്ടും ബാക്കിലൊരു അടിപൊളിയായിട്ട് ഇരിക്കാനും ഏകദേശം ഇത്ര സ്പേസ്, ഒരു കൈ ഒരു ചാണെന്ന് പറയാനില്ലേനും എന്നാൽ ഒരു കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിലേറെ ഉണ്ടേനും. 2 കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ 3 ആൾക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇരിക്കാനും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇരിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിലുണ്ട്. ഏകദേശം ഒരു 5 ആൾക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഫാമിലിക്ക് പറ്റിയ ഒരു അടിപൊളി വണ്ടി തന്നെയാണ് കേട്ടോ. അതിനും ഞാൻ ഇനിയിപ്പോൾ ഇതിൻ്റെ ഡിക്കി കാര്യങ്ങളിപ്പോൾ ഡിക്കി സ്പേസിലൊന്നും വലിയ മാറ്റമോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇതൊക്കെയാണ് ഒരു മാറ്റം എന്ന് പറയാൻ സ്പെഷ്യൽ എഡീഷന് വരുന്നത്. അതുപോലെ ഇതിലൊരു വീൽ കപ്പ് എക്സ്ട്രാ ഉണ്ടോ. അതുപോലെ വേറെ ഇവിടെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പനി പഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ വണ്ടിയൊക്കെ തട്ടിയിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മൾ ഓരോ വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെ ഈ ബീഡിങ്ങിന് എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാട്ടോ. ഇതിപ്പോൾ ഈ വണ്ടി എന്നല്ല ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിലും പല വണ്ടികൾക്കും പല കമ്പനികൾക്കും പല മാറ്റങ്ങളുണ്ടാകും. അത് എഴുതിയിട്ട് അത് റീപ്ലേസ് ആയി അത് വണ്ടി തട്ടി എന്ന് വിചാരിക്കുകയും ചെയ്യരുത്. പല വണ്ടിക്കും പല, ഇപ്പോൾ മാരുതി എക്സ്പ്രസ്സോക്ക് വരുന്ന ഒരു ഇതാണ് പഞ്ചിങ്ങാണിത്. ഇത് കമ്പനി പഞ്ചിങ്ങാണ്. നിങ്ങൾക്ക് ഒന്ന് അടുത്തേക്ക് ഒന്ന് ഫോക്കസ് ചെയ്ത് കാണിച്ചു കൊടുത്തേ. ഇത് 1 2 3 4 ഇതൊക്കെ ഉണ്ടോ. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ കമ്പനി പഞ്ചിങ്ങാണ്. ഇതൊക്കെ എങ്ങനെയാണെന്നുണ്ടെങ്കിലും പുറത്തുനിന്ന് ചെയ്യാൻ കഴിയില്ല. പുറത്തുനിന്ന് ചെയ്യുന്ന അത്രത്തോളം ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ അത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഈ ബീഡിങ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ബാക്ക് ഭാഗം കൊണ്ട് വണ്ടി തട്ടിയിട്ടുണ്ടോ എന്നൊക്കെ. അതുപോലെ തന്നെ
ബീഡിങ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഇടാൻ ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ ഇനി അതുപോലെ ഈ ഭാഗം കൊണ്ടൊക്കെ തട്ടിയിട്ടുണ്ടോ നോക്കിക്കഴിഞ്ഞാൽ അതേപോലെ തന്നെ പഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത് നോക്കിയാലും മനസ്സിലാവും. ഇവിടെ തട്ടിയിട്ടല്ലേ പിന്നെ ഇവിടെ തട്ടുള്ളൂ, അതുകൊണ്ട് പിന്നെ ഇവിടെ തന്നെ നോക്കിയാൽ മതി. അതുപോലെ തന്നെ നമ്മൾ ഈ സൈഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കാണിച്ചു തരാം. ബാക്കിൽ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റെപ്പിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിൽ ഇങ്ങനെ അതേമാതിരി പേസ്റ്റ് വരും. ഈ പേസ്റ്റൊക്കെ പോയിട്ടുണ്ടോ എന്ന് നോക്കുക. ഒരു വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനിയിപ്പോൾ ഇവിടെ തട്ടിയില്ല, ബാക്കിൽ അടിയിൽ വന്നുകാണ്ട് ഇനി ബാക്ക് എടുക്കുമ്പോഴൊക്കെ തട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാവും. പിന്നെ ഒരു വണ്ടിക്ക് റീപ്ലേസ് വന്നു, മേജറായിട്ടുള്ള റീപ്ലേസ് അല്ല, കുറ്റി പോകുക, അതുപോലെ മുന്നിലോട്ട് പോകാം അല്ലേ, കുറ്റി പോകുക, അതുപോലെ വേറെ മേജറായിട്ടുള്ള ടോട്ടൽ ലോസ്, ഫ്ലഡ്, ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ ആകുമ്പോഴും ചെറിയ രീതിയിലുള്ള റീപ്ലേസ്മെൻറ്റ് വന്നിട്ടുള്ള വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിലും എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് കുറ്റി പോയതൊന്നും എടുക്കണം എന്നല്ല പറയുന്നത്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അതിൻ്റേതായിട്ടുള്ള വിലക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ചിലരെന്ത് ചെയ്യും, അങ്ങനെയുള്ള വണ്ടികൾ എടുത്തിട്ട് ചെറിയ എമൗണ്ടിൽ എടുത്തിട്ട് റെൻറ്റിന് വിടുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ ഈ വണ്ടി തട്ടിയ വണ്ടി മനസ്സിലാവാനും അങ്ങനെയുള്ള വണ്ടി എടുത്താൽ കുടുങ്ങോ എന്നറിയുന്നവർ ചോദിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജും കൂടിയാണ്. ഇപ്പോൾ ഒരു ബോണറ്റ് മാറുക, അതുപോലെ തന്നെ ഡോറ് മാറുക, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് മാറുക എന്നൊക്കെ കരുതിയിട്ട് ആ വണ്ടി എടുക്കാതിരിക്കാനോ അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് ആക്സിഡൻ്റ് ആയോ ഇല്ലയെന്നല്ല അതിനർത്ഥം. നമ്മൾ നോക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഒരു മേജറായിട്ടുള്ള ആക്സിഡൻ്റ് ആയിട്ടുള്ള വണ്ടിയും മൈനറായിട്ടുള്ള ആക്സിഡൻ്റ് ആയിട്ടുള്ള വണ്ടിയൊക്കെ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ചിലപ്പോൾ ബോണറ്റ് ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉള്ളൊരു വണ്ടിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബോണറ്റും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരെന്ത് ചെയ്യും, ഇൻഷുറൻസ് ഇല്ലേ പിന്നെ എന്തിനാണ് നമ്മളത് പെയിൻ്റ് അടിച്ചുകൊണ്ടും നിർത്തിക്കാണ്ടും കൊണ്ടു നടക്കുന്നതെന്ന് കരുതിയിട്ട് അവരെന്ത് ചെയ്യും, അത് ചിലപ്പോൾ മാറ്റും. ഇപ്പോൾ പുറമേ ഉള്ള ആളുകളൊക്കെ നമ്മളെ കേരളം വിട്ട് കഴിഞ്ഞാൽ ഒരുവിധ ആളുകളൊക്കെ അങ്ങനെ തന്നെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. കാരണം ഇൻഷുറൻസ് നമ്മൾ ക്ലെയിം ചെയ്യുന്ന പൈസ കൊടുത്തുകൊണ്ട് നമ്മൾ അടക്കുന്നത് അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ മാറും. ചെറിയ രീതിയിലുള്ള റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിലും അതിൻ്റേതായിട്ടുള്ള ഡിപ്രിഷിയേഷൻ റേറ്റിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായി ഒരു വണ്ടി എടുക്കുന്നതിന് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ ആക്സിഡൻ്റ് ആയിട്ടുണ്ടോ, അതുപോലെ ആക്സിഡൻ്റ് ആവാതെ പറയാതെ കച്ചവടം ചെയ്യുന്നത്, അതൊക്കെ മോശമുള്ള കാര്യങ്ങളാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതിന് നിൽക്കും വേണ്ട കേട്ടോ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഇനി നിങ്ങൾക്ക് ഒരു വണ്ടി എടുക്കുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് നോക്കാൻ കഴിയുന്നില്ല എന്ന് വെച്ചോളി, അപ്പോൾ നമ്മളുണ്ട് ഇവിടെ, നിങ്ങൾക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത്, നിങ്ങളിപ്പോൾ നമ്മളെ കൊണ്ട് ഫോണിൽ കൂടിയോ അല്ലെങ്കിൽ ഒക്കെ നോക്കിങ്ങാണ്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ കഴിയുന്ന ഒരു കാര്യമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ അടുത്ത എവിടെയെങ്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വന്നുകാണ്ട് നിങ്ങൾക്ക് നോക്കിത്തരാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തു തരാം. ഇപ്പോൾ നമ്മളിടുന്ന് തന്നെ വണ്ടി എടുക്കണം, നമ്മളിടുന്ന് തന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ ചെയ്യുന്ന വണ്ടികൾ തന്നെ എടുക്കണം, എന്നാലേ നമ്മളതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരുമൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് വണ്ടി സംബന്ധമായിട്ടുള്ള എന്ത് സംശയങ്ങളും നമ്മളോട് ചോദിക്കുക, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുതരും. അറിയാത്ത കാര്യങ്ങൾ അറിയാവുന്നവരോട് ചോദിച്ചിട്ട് വേണമെങ്കിൽ നമ്മൾ പറഞ്ഞുതരും. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വണ്ടികളും ഇപ്പോൾ ഞാൻ വില പറയാൻ മറന്നു അല്ലേ, ഈ വൈറ്റ് കളറിന് നമ്മൾ റേറ്റ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3,84,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ 2020 സിംഗിൾ ഓണർഷിപ്പിലെ എക്സ്പ്രസ്സോ നിങ്ങൾക്ക് സ്വന്തമാക്കാം. സ്പെഷ്യൽ എഡീഷൻ വരുന്ന ഈ വണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 3,94,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ സ്പെഷ്യൽ എഡീഷൻ വരുന്ന ഈ ഒരു മുതലും നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇനിയിപ്പോൾ ഫിനാൻസോ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കിയാൽ തന്നെ അറിയാം. അത്യാവശ്യം നല്ല സിവിലും കാര്യങ്ങളൊക്കെ എല്ലാവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ എമൗണ്ട് തന്നെ ഇതിന് ഫിനാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫിനാൻസ് ചെയ്യുന്നില്ല എന്നുള്ളൂ, പക്ഷേ ഒരുപാട് ഫിനാൻസ് കമ്പനികളുണ്ട്. നിങ്ങൾക്ക് ഒന്നുമല്ല ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കിട്ടാം. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളൂ, നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. അതുപോലെ ചെറിയ എമൗണ്ടിലൊക്കെ ഇറക്കാൻ പറ്റിയ ഒരു നല്ലൊരു 2 വാഹനങ്ങളാട്ടോ ഇതിൽ. അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇനി കൂടുതൽ കാര്യങ്ങളോ ഇതിൻ്റെ എന്തെങ്കിലും ഫോട്ടോസോ വീഡിയോസോ എന്തെങ്കിലും വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യേണ്ട കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയിച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വണ്ടികളൊക്കെ ആയിട്ട് നല്ല നല്ല ഓഫർ പ്രൈസിലുള്ളതോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതും സാധാരണക്കാർക്കുള്ളതും ഇനി വലിയ വില കൂടിയ വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിലും എല്ലാം കൊണ്ട് നിങ്ങളെ മുന്നിൽ വരുന്നതാണ്. എന്തെങ്കിലും കുറവുകളോ തെറ്റുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും നിങ്ങളെ മുന്നിൽ വരുന്നതാണ്. പിന്നെ അതുപോലെ നമ്മളെ സ്ഥലം നമ്മൾ ചിലവർ ചോദിക്കാറുണ്ട് എവിടെ സ്ഥലം, ലൊക്കേഷൻ എവിടെയെന്ന് കമൻറ്റൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ മലപ്പുറം ജില്ലയിൽ കരുവാരക്കുണ്ട് ചേർമ്പ് ഇക്കോ വില്ലേജിനടുത്താണ് കേട്ടോ. നമ്മളെ ചിറക്കൽ പാർക്ക് എന്നൊക്കെ പറയും ഇവിടെ ഉള്ള ആളുകൾ. ചിറക്കൽ പാർക്കിൻ്റെ അടുത്താണ് നമ്മളെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കി അറിയാം മാലിക്കിൻ്റെ ഷോപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ആൾക്കാർക്ക് അറിയാം. അപ്പോൾ അങ്ങനെ അന്വേഷിച്ചാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾ ഒരു വണ്ടി വീഡിയോ കണ്ട് വരുന്നുണ്ടെന്നുണ്ടെന്നില്ല വിളിച്ച് ചോദിച്ച് അത് പോയിട്ടുണ്ടോ ഇല്ലേ എന്ന് കൺഫേം ആക്കിയതിന് ശേഷം മാത്രം വരിക. ഇല്ലാന്നുണ്ടെങ്കിൽ
നിങ്ങൾ വന്നിട്ട് മടങ്ങി പോകുമ്പോൾ ആ വണ്ടി നിങ്ങൾ ആഗ്രഹിച്ച വണ്ടി നമുക്ക് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു സങ്കടമായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ യുവർ ചോയ്സ് അവർ പ്രോമിസ്.